ഞങ്ങളുടെ ഒരു റൂമിൻ്റെ ബാത്റൂമിൽ പണി നടക്കുന്നുണ്ട്. ആ റൂം ഉപയോഗിക്കാൻ പറ്റാത്തത് കാരണം എൻ്റെ അനിയത്തി ലീവിന് വരുമ്പോൾ ഞങ്ങളുടെ കൂടെയാണ് കിടക്കുന്നത്. എൻ്റെ മനസ്സിന് നല്ല വിശാലതയുണ്ടെങ്കിലും കട്ടിലിന് അത്ര വിശാലത ഇല്ലാത്തതുകൊണ്ട് അവളൊരു എക്സ്ട്രാ ബെഡിട്ട് നിലത്താണ് കിടക്കുന്നത്. രാവിലെ ആരെങ്കിലും ഞങ്ങളുടെ ബെഡ്റൂം വന്ന് നോക്കിയാൽ പൂരം കഴിഞ്ഞ് പൂരപ്പറമ്പ് പോലെയാണ് ഞങ്ങളുടെ ബെഡ്റൂമിൻ്റെ അവസ്ഥ. അതുകൊണ്ട് തന്നെ ഞാൻ ഏറ്റു കഴിഞ്ഞ പാടെ എല്ലാം അത്യാവശ്യം നീറ്റാക്കി വെക്കാൻ ശ്രമിക്കാറുണ്ട്. ആൾക്ക് ചെറിയ ജലദോഷക്കോളുണ്ട്, അതിൻ്റെയും കൂടെയാണ് ഈ വഴക്ക്. ഇവളെയും തോളെ വെച്ചോണ്ട് അത്ര പെർഫെക്റ്റായിട്ട് ബെഡ്ഷീറ്റ് മടക്കി വെക്കാനൊന്നും പറ്റത്തില്ലെന്ന് എനിക്കറിയാം. എന്നാലും പറ്റുന്ന പോലെയൊക്കെ ചുരുട്ടി കൂട്ടി വെച്ചിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ഒന്നുകൂടെ എടുത്ത് മടക്കണം. അവളെ ഒന്ന് മാറ്റി നിർത്താൻ വേണ്ടിയിട്ടുള്ള ട്രൈയിലാണ്. പക്ഷേ അവൾ നിൽക്കുന്നില്ല, തോളെ നിറങ്ങുന്നില്ല, കരച്ചില്ല. അതുകൊണ്ട് പിന്നെ ഒരു ലാസ്റ്റ് വേണം ട്രൈ എന്ന പോലെ ഞാൻ അവിടെ കുറച്ച് ക്ലിപ്പുണ്ടായിരുന്നു അവളുടെ, അതെടുത്ത് കൊടുത്ത് ഞാൻ അവളെ സോഫയിലിരുത്തി. അതും പിടിച്ച് കുറച്ച് നേരം അവൾ ഇരിപ്പുണ്ട്. ആ സമയം കൊണ്ട് ഞാൻ വേഗം പുതപ്പൊക്കെ മടക്കി ബെഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം, അല്ലെങ്കിൽ അടുത്ത കരച്ചിലുമായിട്ട് അവളിങ്ങോട്ട് വരും. ഇപ്പം ഞാൻ പുതപ്പ് മടക്കി ബെഡിൽ ഇടാറില്ല. മുന്നേ ഞാൻ പുതപ്പ് മടക്കി ബെഡിൽ വിരിച്ചിടുമായിരുന്നു. ഇപ്പം അത് ഞാൻ ഇടാറില്ല. കാരണം എൻ്റെ മൂത്തയാൾ വന്നിട്ട് അതെല്ലാം ചോട്ടി കൂട്ടി കളയും, പിന്നെയും മടക്കി വെക്കും. ദിവസത്തിൽ ഒരു 5-6 തവണ ഇത് റിപ്പീറ്റ് ചെയ്യേണ്ടതുകൊണ്ട് ഞാനിപ്പം പുതപ്പ് മടക്കി ബെഡിൽ ഇടാറില്ല. നേരെ മടക്കി കബോർഡിൽ വെക്കും. രാത്രി കിടക്കാനാകുമ്പോൾ എടുക്കും. അതാണിപ്പോൾ സൗകര്യം. കാണുമ്പോൾ ചെറിയ പണിയേ ഉള്ളൂ, അടിക്കുക, ഒന്നെടുത്ത് കാര്യങ്ങളെല്ലാം മടക്കി പെറുക്കി വെക്കുക. പക്ഷേ ഇത് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഏകദേശം 1/2 മണിക്കൂർ എടുക്കും. എന്തുകൊണ്ട് അത്ര താമസം വരുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്? രാവിലെ റൂമിൽ അടിയും വാരും ഒതുക്കലെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ എന്നെ ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടി നിൽക്കുവേ. ഭയങ്കര മേക്കപ്പും കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. മുഖമൊക്കെ ഒന്ന് വൃത്തിയായി കഴുകി ഒരു സൺസ്ക്രീനും ഇടും, മോയ്സ്ചറൈസറും ഇടും, പിന്നെ ഒരു ലിപ് ബാമും ഇടും. ഇതൊന്നും ഞാൻ എന്നും ചെയ്യാറില്ല കേട്ടോ. എന്നും ചെയ്യണമെന്ന് വിചാരിക്കും, പക്ഷെ നടക്കാറില്ല. ഈ കാര്യം ചെയ്യാൻ വേണ്ടി പോകുമ്പോഴായിരിക്കും വേറെ എന്തെങ്കിലും കാര്യം വരുന്നത്. അപ്പോൾ പിന്നെ ആ വഴിക്കും, പിന്നെ ഇതിൻ്റെ കാര്യം അങ്ങ് മറന്നു പോകും. പിന്നെ ഒരു ഇത്തിരി ഭംഗിയൊക്കെ കൂടിയിട്ട് ഞാനൊരു ഇത്തിരി ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലൊരു ലിപ്സ്റ്റിക് കേട്ടോ. ഇത് ഞാൻ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ ഒത്തിരി പേര് ഇങ്ങനെ റിവ്യൂ കാണിക്കുന്നുണ്ടായിരുന്നേ. അത് കണ്ടിട്ട് ഞാൻ വാങ്ങിച്ച നല്ല അടിപൊളി ലിപ്സ്റ്റിക്കാണ്. എല്ലാവർക്കും ചേരുന്നൊരു ഷെയ്ഡാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. ഇനി അവസാനം മുടിയും കൂടെ ഒന്ന് ഒതുക്കി വെച്ചാൽ പരിപാടി കഴിഞ്ഞു. ഷാമ്പു ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് ഈ മുടി ഇങ്ങനെ പറന്ന് നിൽക്കുന്ന ഇഷ്ടമല്ല. ഞാൻ പിന്നെ പിറ്റേന്ന് രാവിലെ തന്നെ ഇച്ചിരി എണ്ണയൊക്കെ തേച്ചതും ഒതുക്കി വയ്ക്കും. ഈ ചൂടുകാലത്ത് ഇങ്ങനെ പൊക്കി കെട്ടി വെക്കുന്ന ഹെയർ സ്റ്റൈലാണ് നല്ലത്. അതാകുമ്പോൾ അവിടെ ഒതുങ്ങി നിൽക്കുകയും ചെയ്യും, നമ്മളെ അത്ര ബുദ്ധിമുട്ടിക്കത്തും ഇല്ല. അങ്ങനെ ആ പരിപാടി കഴിഞ്ഞു. കുറച്ച് മെനയൊക്കെ ആയിട്ടുണ്ടല്ലേ എങ്ങനെ കാണാൻ. അപ്പോൾ ശരി, അടുത്ത പരിപാടിയിലേക്ക് കിടക്കട്ടെ.